രാഹുൽ സ്വയം കുഴിച്ച കുഴിയിൽ വീണെന്ന് കോൺഗ്രസും ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞു. കൊടുമുടിയിൽ കയറേണ്ടിയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വയം കുഴിച്ച കുഴിയിൽ വീണെന്ന് ചെറിയാൻ ഫിലിപ്പ് വ്യക്തമാക്കി. രാഹുൽ നിയമവിരുദ്ധമായ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുകയും പരാതിക്കാർക്ക് നീതി ലഭിക്കുകയും വേണം. വിചാരണ കോടതിയുടെ അന്തിമ വിധി വരുന്നതുവരെ രാഹുൽ കുറ്റാരോപിതൻ മാത്രമാണ്. പാപം ചെയ്യാത്തവർ മാത്രം കല്ലെറിയട്ടെ എന്നും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു. അതിവേഗം വളർന്നു, അതുപോലെ വീണു. ഡിസംബർ 4 രാഹുലിന്റെ ഉയർച്ചയും പതനവും. ശരവേഗത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃനിരയിലേക്ക് ഉയർന്നു വന്ന യുവ നേതാവ് അതിനേക്കാൾ വേഗതയിൽ അപ്രസക്തനാകുന്ന കുപ്രസിദ്ധിയുടെ മുനമ്പിലേക്ക് ഉയർന്ന കാഴ്ചയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. കൈപിടിച്ചുയർത്തിയ പാർട്ടി തന്നെ കൈവിട്ടു. പാർട്ടിയെ പകരം വെക്കാനില്ലാത്ത നാണക്കേടിലേക്ക് തള്ളിവിട്ട് കടുത്ത തീരുമാനങ്ങളിലേക്ക് എത്തിച്ച രാഹുൽ ആരോപണങ്ങളുടെ കാർമേഘത്തിനുള്ളിൽ അകപ്പെട്ട ഇപ്പോൾ രാഷ്ട്രീയ ജീവിതം തന്നെ ചോദ്യമുനയിൽ എത്തിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് വക്താവായി ചാനൽ ഫ്ലോറുകളിൽ ചർച്ചയ്ക്കെത്തിയതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാനത്ത് ശ്രദ്ധേയനായത്. എതിരാളികളെ തകർക്കാനുള്ള കഴിവുകൊണ്ട് പാർട്ടിക്കുള്ളിൽ യുവനിരയുടെ ശബ്ദമായും നേതാവായും പെട്ടെന്ന് വളർന്ന രാഹുൽ മുതിർന്ന നേതാക്കളുടെയും അടുപ്പക്കാരനും പ്രിയപ്പെട്ടവനും പെട്ടെന്നായി. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഉയർന്ന വ്യാജ തിരിച്ചറിയൽ കാർഡ് വിവാദമായിരുന്നു ഇതിനു മുൻപ് രാഹുലിനെതിരെ ഉയർന്നത്. ഏതായാലും ഡിസംബർ 4 സത്യപ്രതിജ്ഞ. ഒരു വർഷത്തിനിപ്പുറം അതേ ദിവസം രാജി ആവശ്യപ്പെട്ട് പാർട്ടി. പാലക്കാട് MLA ആയിരുന്ന ഷാഫി പറമ്പിൽ MP ആയി ലോക്സഭയിലേക്ക് പോയതോടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് 2024 ഡിസംബർ 4 രാഹുൽ സത്യപ്രതിജ്ഞ ചെയ്ത നിയമസഭയിലെത്തിയത്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകം തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്തി. നിയമസഭാംഗമായി 9 മാസത്തിനകം സ്ത്രീ പീഡന ആരോപണങ്ങളിൽ കുടുങ്ങിയത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കി. നേരത്തെ ചേർത്ത് പിടിച്ച VD സതീശൻ ഇപ്പോൾ രാഹുലിനെ തള്ളിപ്പറഞ്ഞു. ഇപ്പോൾ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടിരിക്കുകയാണ്. പാർട്ടി രാജി ആവശ്യപ്പെട്ടു. ഏതായാലും ഡിസംബർ 4 സത്യപ്രതിജ്ഞ, മറ്റൊരു ഡിസംബർ 4 പുറത്തേക്ക്. രാഹുലുമായി ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചാൽ രാജി ആവശ്യപ്പെടാനാണ് KPCC ഒരുങ്ങുന്നത് എന്ന് പാർട്ടിയുടെ അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കി. പാർട്ടി കൈവിട്ടതോടെ സ്വയം MLA സ്ഥാനം രാജിവെച്ചില്ലെങ്കിലും രാഹുലിന് രക്ഷയുണ്ടാകില്ല. രാഹുലിനെ രാജിവെപ്പിക്കാൻ കോൺഗ്രസ് ചീഫ് വിപ്പിന് സ്പീക്കർക്ക് കത്ത് നൽകാനാകും. സ്വയം ഒഴിയാൻ തയ്യാറായില്ലെങ്കിൽ സ്പീക്കർക്ക് കോൺഗ്രസ് കത്ത് നൽകുമെന്നാണ് റിപ്പോർട്ട്. യുവതിയെ ബലാത്സംഗം ചെയ്യുകയും ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തുകയും ചെയ്തെന്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ജാമ്യമില്ല. രാഹുൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജി കോടതി തള്ളി. അറസ്റ്റ് തടയണമെന്ന രാഹുലിന്റെ ഹർജിയും കോടതി തള്ളി. ഇതോടെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങിയിരിക്കുകയാണ്. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ പുതിയ തെളിവുകൾ കൂടി പരിശോധിച്ച ശേഷമാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി S. നസീറ വിധി പ്രഖ്യാപിച്ചത്. രാഹുലിനെതിരെ പുതുതായി രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിന്റെ FIRഉം പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. രാഹുൽ സ്ഥിരമായി ഇത്തരം കുറ്റകൃത്യം ചെയ്യുന്ന ആളാണെന്നും ജാമ്യം നൽകുന്നത് കേസിന്റെ തുടർ നടപടികളെ ബാധിക്കുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ബലാത്സംഗവും ഗർഭചിത്രവും നടന്നുവെന്ന് സ്ഥാപിക്കുന്നതിന് ഡോക്ടറുടെ മൊഴി സഹിതമുള്ള രേഖ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. നിസ്സഹായായ സ്ത്രീ കുടുംബപ്രശ്നം പറയാൻ സമീപിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തി നഗ്നദൃശ്യം പകർത്തിയ ശേഷം ബലാത്സംഗം ചെയ്യുകയും ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തുകയും ചെയ്തെന്ന ആരോപണമാണ് രാഹുലിനെതിരെയുള്ളത്. ഗുരുതരമായ കുറ്റകൃത്യം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടുന്ന പോലീസ് റിപ്പോർട്ടാണ് കോടതിയിൽ നൽകിയത്. നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയതിന് തെളിവുണ്ടെന്നും പോലീസ് അറിയിച്ചു. ഇത് സംബന്ധിച്ച രേഖകളാണ് കോടതിയിൽ നൽകിയത്. യുവതിയുടെ കേസിൽ ഉഭയസമ്മത പ്രകാരമായിരുന്നു ശാരീരിക ബന്ധമെന്ന രാഹുലിന്റെ വാദം ഖണ്ഡിക്കാനാണ് വിവാഹ വാഗ്ദാനം നൽകി 23കാരിയെ പീഡിപ്പിച്ചുവെന്ന കേസിലെ FIR കൂടി പ്രോസിക്യൂഷൻ ഹാജരാക്കിയത്. പരാതിക്കാരിയായ യുവതിയുടെ വീട്ടിലെത്തി രാഹുൽ ആത്മഹത്യാ ഭീഷണി മുടക്കിയിരുന്നതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്തിയായിരുന്നു ഭീഷണിയെന്നും ഫ്ളാറ്റിൽ നിന്ന് ചാടുമെന്ന് പറഞ്ഞുവെന്നുമാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നത്. ഏതായാലും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വൻ തിരിച്ചടി തന്നെ നേരിടേണ്ടി വന്നിരിക്കുകയാണ്.